ദിലീപേട്ടനെ കുറിച്ച് ഇപ്പോ ഷാരിസ് പറഞ്ഞതുപോലെ ഏതൊരു മലയാളിയും പറയുന്നത് പോലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. നമ്മള് ഒരു പ്ലസ് ടുവിലൊക്കെ കയറുന്ന സമയത്ത് അന്ന് ദമ്പിടിക്ക് പോലും വൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ പടം ഇഷ്ടംപോലെ തവണ പല പല തിയേറ്ററുകളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ഒരുപാട് എന്റർടൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇദ്ദേഹം സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന്, അത് നമ്മുടെ സിനിമാക്കാർക്കിടയിലും അല്ലാതെയും പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം അറിയില്ല, നമ്മുടെ വായന കൊണ്ടായിരിക്കാം, നമ്മുടെ മറ്റ് കലാരൂപങ്ങൾ കൊണ്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഈ മലയാളി ഓഡിയൻസിനെ ദശാബ്ദങ്ങളോളം ഞാനടക്കമുള്ളവരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വലിയ നടനാണ് ദിലീപേട്ടൻ. അപ്പം അതൊക്കെ അന്ന് വീശമാധവനും കല്യാണരാമനും പറക്കുന്നതിലൊക്കെ തിയേറ്ററിൽ കാണുന്ന ഒരു കാലത്ത് ഞാൻ ഒരിക്കലും സ്വപ്നേവി നിരീക്ഷിച്ചിരുന്നില്ല ദിലീപേട്ടന്റെ 150ാമത് സിനിമയുടെ ലളിതമായ ഈ ഓഡിയോ ലോഞ്ച് രീതിയിൽ ഇങ്ങനെ ഒരു രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഭാഗ്യം എനിക്കുണ്ടാകുന്നത്. അത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ഞാനിങ്ങനെ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ദിലീപേട്ട പ്രിൻസ് കാലക്കട്ടെ, മെയ് 9. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള സംസാരിച്ച് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അധ്വാനം, ഷാരിസിന്റെ ഒക്കെ വാക്കുകളിലെ ഇമോഷൻസ് കണ്ടാൽ തന്നെ അറിയാം ഹൃദയം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അത് മെയ് 9 റിഫ്ലക്ട് ആവട്ടെ. അതുപോലെ വിൻഡോ പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ, അതും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സിനിമ സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ വിൻഡോയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കൂട്ടം പുതിയ ആളുകളുടെ മ്യൂസിക് ഡയറക്ടർ പുതിയതാണ്, അങ്ങനെ ഒരു കൂട്ടം പുതിയ ആളുകൾ കൂടെ ഇതിൽ അരങ്ങേറുന്നു. എന്നിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല. ഈ മെയ് 9 എന്ന് പറയുന്ന ദിവസം മാജിക് ഫ്രെയിംസിന്റെ ദിവസമാവട്ടെ, ദിലീപേട്ടന്റെ ദിവസമാവട്ടെ, വിൻഡോയുടെ ദിവസമാവട്ടെ, ഷാരിസിന്റെ ദിവസമാവട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ദിവസമാവട്ടെ. അതോടൊപ്പം മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് നമ്പറുകൾ അഭിമാന പുരസ്സരം മുന്നോട്ട് വെക്കാവുന്ന ഒരു ദിവസം കൂടിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും.